4 പപ്പടവും 2 മുട്ടയുണ്ടെങ്കിലേ നല്ല അടിപൊളി ഒരു താളിപ്പ് ഉണ്ടാക്കട്ടാ. സംഭവം നമ്മുടെ ബിനീഷ് ബാസിൻ്റെ യൂട്യൂബ് ചാനലിൽ അവരുടെ അമ്മ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുള്ള റെസിപ്പി ആയിരുന്നു. സത്യം പറഞ്ഞാലേ എത്രത്തോളം ഇത് രുചി ഉണ്ടാവുന്നൊരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ബിനീഷ് ബാസിന് ഇത് ഇങ്ങനെ കുഴച്ചടിച്ച് കാണുമ്പോൾ ഭയങ്കര കൊതിയായിട്ട് എന്തായാലും രണ്ടും കൽപ്പിച്ചിന് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഒപ്പം വീഡിയോ എടുക്കുകയും ചെയ്തു. അത് നന്നാവണമെങ്കിൽ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമോ എന്ന് വിചാരിച്ചിട്ട്. ഇതിലേക്ക് വേണ്ടിയിട്ടേ ഒരു 5-6 ചുവന്നുള്ളി, ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതൊക്കെ ചതച്ച് മാറ്റി വയ്ക്കണേ. പിന്നെ നമ്മളിത് കടുക് പൊട്ടിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ. ആ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് നമ്മളിത് ആദ്യം മൂപ്പിക്കാനിട്ടു. കൂടെ തന്നെ നമ്മളെ 5-6 ചുവന്നുള്ളി ഉണ്ടല്ലോ, അതും കൂടി ചതച്ചത് ചേർത്തിട്ടുണ്ട്. ചുവന്നുള്ളി കുറച്ച് അധികം എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനൊരു 6 എണ്ണത്തിൽ നിർത്തിയത് മാത്രം. 4 പപ്പടം കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിലാണ് ഞാൻ ഈ കറി കാണിക്കുന്നത്. ഈ സമയത്ത് തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കറിവേപ്പിലയും അതുപോലെ 2-3 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഈ കാണുന്ന പച്ചമുളക് വലിയ എരിവുള്ള പച്ചമുളകല്ല കേട്ടോ, ഇടത്തരം എരിവുള്ള പച്ചമുളകാണ്. എന്തായാലും പപ്പടം പിച്ചി ചിന്തി ഇതേപോലെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. 4 പപ്പടം കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മളിതാ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷമേ പപ്പടം കൂടി ചേർത്തിട്ട് ആ വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മളിനി വറുത്ത പപ്പടത്തിലേക്ക് ചേർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അവർ കാണിച്ചത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഇത് ഈ വെളിച്ചെണ്ണയിലേക്ക് എടുത്തിട്ട് പപ്പടം ഒന്ന് മൂത്ത് വരണം. അതിനൊരു 2-3 മിനിറ്റ് എടുക്കും. ഒരു പക്ഷേ വറുത്ത പപ്പടം ചേർക്കുമ്പോൾ വേറെ രുചിയോടെ ഉണ്ടാവുക. എന്തായാലും ഞാൻ ഇങ്ങനത്തെ ഒരു താളിപ്പ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. എന്തായാലും കറി നല്ല സ്വാദുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, കുറച്ച് മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും, ഒരു നുള്ളു ഗരം മസാലയും കൂടി ചേർക്കണേ. ഗരം മസാല ചേർക്കണത് ഞാൻ പിന്നീടാണ് ചേർത്തത്, അത് വീഡിയോ എടുക്കാനും വിട്ടുപോയി. ഒരു നുള്ളു ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാട്ടോ. ഒരു കപ്പിനടുത്തായിട്ടുള്ള ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വെട്ടി തിളക്കട്ടെ. ഈ സമയത്ത് നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിക്കാം കേട്ടോ. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് 2 മുട്ട കേട്ടോ, 4 പപ്പടത്തിൻ്റെ അളവിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത്. മുട്ട മെല്ലെ അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിൽ ആ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് മുട്ട പൊട്ടി പോകരുതെന്ന്. പക്ഷേ എൻ്റെ 2 മുട്ട ഏതാണ്ട് പൊട്ടി പോലെ കേട്ടോ അതിലേക്ക് വീണത്. അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല. എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി ഒന്ന് പൊട്ടി മുട്ട മൊത്തത്തിൽ ആ കറിയിലൊന്ന് മിക്സ് ആകുമ്പോഴാണ് ആ കറിയുടെ രുചി വരണമെന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത്. എന്തായാലും ഞാനൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് മുട്ട ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. പിന്നീട് തുറന്ന് നോക്കുമ്പോൾ സംഭവം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു 5-10 മിനിറ്റ് ഉണ്ടെങ്കിൽ അതെ ഈ ഒരു കറി മാത്രം കൂടി ചോറിനാന്നാട്ടെ എനിക്ക് ഫീൽ ചെയ്തത്. ഇനിയിപ്പോൾ ഈ കറി എത്രത്തോളം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും നമുക്കറിയില്ല, കാരണം നമ്മുടെ രുചിയാവണമെന്നില്ല മറ്റുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ മാത്രം ഉണ്ടാക്കി നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു കറി മാത്രം മതി എന്നാണ് എനിക്ക് തോന്നിയത്. ആ പപ്പടത്തിൻ്റെ ഫ്ലേവറും മുട്ടയുടെ ഫ്ലേവറും കൂടി ഒരുമിച്ചാവുമ്പോൾ നല്ലൊരു രുചി കേട്ടോ, നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. കറി ഒന്ന് ചൂടാറി കഴിഞ്ഞാലേ ഇത്രത്തോളം ചാറുണ്ടാവില്ല കേട്ടോ. ആ പപ്പടം വീണ്ടും വെള്ളമൊക്കെ വലിച്ചെടുക്കണ പോലെ നമുക്ക് തോന്നും. പക്ഷേ എനിക്കിത് ഈ ഒരു പരുവത്തിലാട്ടോ. ഞാൻ കുറച്ച് ചൂടാറിയാണ് കഴിച്ചത്. പക്ഷേ ഞാൻ ഓവനിൽ വെച്ചിട്ട് മൊത്തത്തിലൊന്നും ചൂടാക്കിയിട്ടാണ് കഴിച്ചത്. ഈ കറിയൊക്കെ ചൂടോടുകൂടി കഴിക്കണം. ഇതിൽ കുറച്ച് ഉരുളൻകിഴങ്ങ് ഉപ്പേരിയും അതുപോലെ നത്തോലിയുടെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടിയിട്ട് നല്ല സ്വാദോട് കഴിച്ചു. ഈ കറി മാത്രം ഉണ്ടെങ്കിലും കഴിക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിട്ടോ.